പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊന്മുഖമാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും അമ്മ സ്വീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഉദരത്തിൽ മുഴയുണ്ടാകുന്നത് മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മകനെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നഷ്ടപ്പെട്ടു പോയ ആ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ. സ്വന്തമായി എഴുന്നേൽക്കുവാനുള്ള ശക്തിയും ബലവും അമ്മ കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ക്യാൻസർ രോഗികളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരെ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിക്കണമേ. അവർക്ക് രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആക്സിഡൻറ്റ് പറ്റി കിടക്കയിലായി പോയ മകനെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. തലച്ചോറ് സംബന്ധമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരത്തിൽ പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. മരുന്നിൻ്റെ അലർജി മൂലം രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ. ഒരു മരുന്നും കൂടാതെ അവരുടെ അസുഖത്തെ പൂർണ്ണമായി എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിട്ടുമാറാത്ത തലവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിൻ്റെ അമ്മേ, സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയുടെ മാധ്യസ്ഥത. ഞങ്ങളെല്ലാവരും അമ്മയിൽ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും അമ്മ പുറത്താക്കി ഞങ്ങളുടെ ഭവനത്തെ പ്രകാശപൂരിതമാക്കണമേ. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഒന്നൊന്നായി അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കണമേ. അടഞ്ഞുപോയ എല്ലാ വാതിലുകളെയും അവർക്ക് നേരെ തുറക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ അലട്ടുന്ന പലവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെയും സമാധാനമില്ലാത്ത അവസ്ഥകളെയും എല്ലാം ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ആരോടും പറയാതെ ഹൃദയത്തിൽ പലവിധ പ്രയാസങ്ങളാൽ ഭാരമേറി നടക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയാതെ
ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സ്വന്തം നാട്ടിൽ തിരികെ എത്തുവാനുള്ള എല്ലാ വഴിവാതിലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എല്ലാവിധ കഷ്ടതകളിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ അമ്മയുടെ നീളമേലയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. അമ്മേ മാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. അമ്മേ മാതാവേ, ജീവിതത്തിൽ തകർച്ചകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി വരുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും എല്ലാവിധ പൈശാചിക ശക്തികളെയും ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയ്ക്ക് നൽകുകയാണ്. പ്രിയ മക്കളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങുന്ന വേദനകൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.